ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എണീറ്റപ്പോൾ നല്ല മഴ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. ചെറിയ ചാറ്റലേ ഉള്ളൂ രാവിലെ. പക്ഷെ രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ. പൊതുവേ ഡിസംബർ ആകുമ്പോഴത്തേക്ക് നല്ല മഴ, നല്ലൊരു തണുപ്പൊക്കെ ആയിരിക്കും. ഞാൻ കിച്ചണിൽ കയറി രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കോഫി ഇട്ട് കുടിച്ചു. തണുപ്പല്ലേ, കോഫി കുടിച്ചു. ഇപ്പോൾ കിച്ചണിലേക്ക് നല്ല നല്ല കപ്പ ഇരിപ്പുണ്ട്. മേടിച്ചിട്ട് ഒരാഴ്ച ആകാറായി കപ്പ മേടിച്ചിട്ട്. ഇച്ചിരി നല്ല കപ്പ പുഴുങ്ങിയതും കുറച്ച് ഉണക്കമീൻ ഇരിപ്പുണ്ടായിരുന്നു. ഒരു 2 മാസം മുമ്പ് ഞാൻ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. അങ്ങനെ അത് 2-3 എടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് നല്ലപോലെ അതിൻ്റെ ഉപ്പൊക്കെ പോകാൻ വേണ്ടി, ഉപ്പൊക്കെ പോകാൻ വേണ്ടി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കാൻ വിചാരിച്ച് അതും വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ ഞാൻ ഇത് കപ്പ എടുത്ത് നമുക്കത് പുഴുങ്ങാമെന്ന് വിചാരിച്ചു, വേവിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിന് വേറെ കറിയൊന്നുമില്ല പ്രത്യേകിച്ച്. വേവിക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചിക്കനോ അല്ലെങ്കിൽ ബീഫോ അല്ല മീൻകറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലത് കഴിക്കാം. അപ്പോൾ ശരിയൊക്കെ പുഴുങ്ങുവാണെങ്കിൽ കാര്യം എളുപ്പമാകും. ഉണക്കമീൻ വറുത്തതും മതിയെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കപ്പ നല്ലപോലെ വെട്ടി ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം കുഞ്ഞാപ്പി ഉറങ്ങുന്ന സമയത്ത് ഇതെല്ലാം ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അവൻ എണീറ്റ് രാവിലെ ഒരു പണി നടക്കുകയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് അവനെ രാവിലെ ഞാൻ എണീക്കുമ്പോഴത്തേക്കും അവൻ കുറച്ച് നേരം എണീക്കും. പിന്നെ അവൻ തൊട്ടിലിനകത്തോട്ട് കുറച്ച് നേരം കിടക്കും. തൊട്ടിൽ കിടന്ന് കുറച്ച് നേരം നല്ലപോലെ ഉറങ്ങിക്കോളും. അങ്ങനെ അത് ഞാൻ അവനെ ഉറക്കിയിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ. പിന്നെ ഇന്ന് രാവിലെ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് ചേട്ടൻ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ എനിക്ക് മാത്രമുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചാൽ മതി. ഇവിടെ അങ്ങനെ രാവിലെ കപ്പ എടുക്കാറില്ല. ഞാനുള്ളതുകൊണ്ട് മാത്രമാണ് രാവിലെ കപ്പ എടുത്തത്. ഇല്ലെങ്കിൽ രാവിലെ എന്തെങ്കിലും ചപ്പാത്തിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഞാനൊക്കെ ചെറുപ്പം മുതലേ കപ്പയൊക്കെ കഴിച്ചത് അങ്ങനെ രാവിലെ കപ്പ കഴിച്ചോന്ന് കൂട്ടത്തില്ല അങ്ങനെ. പക്ഷെ ചേട്ടനൊക്കെ ആ രീതിയിലല്ല. അവർക്ക് രാവിലെ കപ്പയൊന്നും കഴിച്ച് പിടിക്കുകയല്ല. എൻ്റെ വീടെന്ന് പറയുന്നത് ഇടുക്കിയിലാണ് സ്ഥലം വരുന്നത്. ഇപ്പം ഇവിടെ ജോലിയൊക്കെ ഉള്ളതും കൊണ്ട് ഇങ്ങോട്ട് എറണാകുളത്തേക്ക് ഷിഫ്റ്റായെന്ന് ചോദിച്ചാൽ ഇവിടെ ഞങ്ങൾ റെൻറ്റിന് താമസിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത് ഞാനത് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെള്ളത്തിൻ്റെ അകത്തിട്ടിട്ട്, അല്ലെങ്കിൽ ഈ മണ്ണും കല്ലൊക്കെ കാണുമല്ലോ ഇതിനകത്ത്. അപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിലിട്ട് പെട്ടെന്ന് നമുക്ക് നല്ലപോലെ ക്ലീനാക്കി കിട്ടും. പക്ഷെ കപ്പ കഴുകുമ്പോൾ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് വാഷ് ചെയ്യുകയും ചെയ്യരുത്. അതെടുത്ത് മാറ്റി വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കല്ലെല്ലാം ആ പാത്രത്തിൽ തന്നെ കിടക്കും. പിന്നെ ഞാൻ പെട്ടെന്ന് ആകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുക്കറിൻ്റെ അകത്തിട്ടാണ് ഇട്ടത്. ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ അകത്തോട്ട് ഉപ്പ് ഇട്ട് കുക്കർ വെച്ച് വിസിൽ വെക്കുകയും ചെയ്യുന്നത്. മാക്സിമം ഒരു വിസിലടിച്ചാൽ തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. പിന്നെ വേറെ വെച്ചാൽ കുക്കറിൻ്റെ അകത്ത് വെക്കുന്ന റീസൺ ചോദിച്ചാൽ കുഞ്ഞാപ്പി എണീക്കുന്നതിന് മുമ്പ് എനിക്കിത് റെഡിയായി കിട്ടണം. ഇല്ലെങ്കിൽ രാവിലെ കുറച്ച് മൂഡ് ഓഫ് ആകും കുഞ്ഞാപ്പി. പിന്നെ ഞാൻ പെട്ടെന്ന് അതും വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മീൻ കുറച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മീൻ മാത്രം പോരല്ല, സൈഡ് ഡിഷായിട്ട് എനിക്കിഷ്ടം ഇങ്ങനെ മുളക് ചമ്മന്തി ഭയങ്കര ഇഷ്ടം. അതിന് കാന്താരി ഇല്ലാത്തതുകൊണ്ട് പച്ചമുളക് തന്നെ എടുത്ത് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ച്. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ കാപ്പിയൊക്കെ ഉണ്ട്. നല്ല അടിപൊളി നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്, നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് രാവിലത്തെ. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. പിന്നെ അത് കല്ലുപ്പ് ഇട്ടിട്ട് നല്ലപോലെ ചതച്ചെടുത്ത്. പക്ഷേ ഇതൊന്നും എൻ്റെ മോനെ കാണിക്കാൻ പറ്റിയല്ല. കാണിച്ചാൽ അവൻ ഉടനെ അതിന് ഒരു വഴക്ക് പിടിക്കും. പക്ഷെ അവൻ അറിയത്തില്ല എന്താ ചെയ്യേണ്ടത്. അതും പെട്ടെന്ന് ചതച്ചിട്ട് പാത്രത്തിലോട്ടാക്കി. കേട്ടല്ലോ, കുഞ്ഞാപ്പിയുടെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക. പിന്നെ അത് ഞാൻ പെട്ടെന്ന് എനിക്ക് അതിൻ്റെ കൂടെ അങ്ങനെ തന്നെ കഴിക്കുന്ന ഇഷ്ടമില്ല. അതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല. പക്ഷേ ഒത്തിരി എരിവുണ്ടെങ്കിൽ ആ എരിവൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റും. പിന്നെ ചിലർക്ക് വയറിലൊക്കെ എന്തെങ്കിലും അസുഖമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ എരിവൊക്കെ ഡയറക്റ്റ് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനിങ്ങനെ തൈര് ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ എരിവ് നമുക്ക് കുറച്ച് കൺട്രോളിലിരിക്കും. അങ്ങനെ അത് ശരിയായി വെച്ചു. ഇനി മീനും വെട്ടണം. അങ്ങനെ അത് ക്ലീൻ ചെയ്ത് സമ്മതിക്കുന്നില്ല കുഞ്ഞാപ്പി, അതുപോലെ സൗണ്ട് കൊടുക്കാം അതുകൊണ്ട്. അതും പിന്നെ പെട്ടെന്ന് ഞാൻ റെഡിയാക്കിയിട്ട് ഫിഷ് ക്ലീൻ ചെയ്യണം. അത് ഏകദേശം കുറച്ച് റെഡിയായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഫിഷ് ക്ലീൻ ചെയ്തു. അപ്പോൾ നല്ല ഫിഷ് ക്ലീൻ ചെയ്തപ്പോൾ തന്നെ അതിന് നല്ല ഉപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പൊക്കെ പോയി കേട്ടോ. നല്ലപോലെ ഉപ്പ് 1 മണിക്കൂറെങ്കിലും ഞാൻ വെള്ളത്തിലിട്ടായിരുന്നു. പിന്നെ
അവിടെ കുക്കറിൻ്റെ അകത്ത് കപ്പ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് ഇതേ കുഞ്ഞാപ്പി എണീറ്റ് നല്ല ബഹളം. പിന്നെ കുറച്ച് നേരം അവനെ ഉറക്കി, അവനെ ഓക്കെ ആക്കി. അപ്പോഴത്തേക്ക് അവൻ്റെ വഴക്ക് ഒരുമാതിരി അവനെ സമാധാനിപ്പിച്ചിരുത്തിയപ്പോഴത്തേക്ക് ഇതാ കപ്പ റെഡിയായി. ഞാൻ പിന്നെ വന്ന് അവനെയും വെച്ചിട്ട് ഇതേ കപ്പ ഊറ്റി. അപ്പോൾ നല്ല സോഫ്റ്റ് പോലെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒറ്റ ബിസിലടിച്ചിട്ടുള്ളൂ. അങ്ങനെ കുഞ്ഞാപ്പി ടി വി ഓൺ ചെയ്ത് വെച്ച് ടി വി ഇത് കണ്ടോളൂ. അപ്പോഴത്തേക്ക് അവന് കുറച്ച് സമൂഹത്തൊക്കെ കുറച്ച് സന്തോഷം വരാൻ തുടങ്ങി. പിന്നെ ഞാൻ കപ്പ എടുത്ത് ഞങ്ങൾ രണ്ടുകൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചാണ് കുഞ്ഞാപ്പി കഴിച്ചോളും. പക്ഷേ അവന് കപ്പയെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം മറ്റേ മധുരക്കിഴങ്ങ് കൂടുതലിഷ്ടം. അങ്ങനെ കുറച്ച് അവൻ്റെ വായി വെച്ച് കൊടുത്തു. നിങ്ങളെന്നാൽ കപ്പ കഴിക്കട്ടെ കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ.